നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറ്റക്കാരാരാണ് എന്ന രീതിയിലേക്ക് ഒരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. PSC കൃത്യമായി ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ ഈ PSC ഇപ്പോൾ നിലവിൽ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ഒരു പാതയിലാണെങ്കിൽ യുവജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ PSC ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവിധ അന്വേഷണത്തിനും ഓപ്പൺ ആയിരിക്കുന്ന ഒരു ടീമാണ്. ഞങ്ങൾക്കെതിരെ എന്ത് അന്വേഷണം വന്നാലും ഞങ്ങളത് നേരിടാൻ തയ്യാറാണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പുറത്ത് അതിൻ്റെ ഫാക്ട് ചെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ സിസ്റ്റം ഈ പറഞ്ഞ നമ്മുടെ കമ്പ്യൂട്ടറുകൾ അന്വേഷണത്തിന് വിധേയമാക്കാനായി അവർ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്, അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഇത് പിടിച്ചെടുത്ത് പരിശോധന നടത്താനുള്ള നീക്കത്തിന് പോലും തയ്യാറാകുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ എല്ലാ അന്വേഷണത്തിനും തയ്യാറാണ്, നിങ്ങൾ പരിശോധിച്ചോളൂ, നിങ്ങൾ കണ്ടെത്തിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ തെളിവുകളെല്ലാം ഉള്ള ഒരു സിസ്റ്റത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അതിൻ്റെ ഈ പറഞ്ഞ ഉപകരണങ്ങളെല്ലാം മറച്ചു പിടിച്ച് നിങ്ങൾ എന്തും അന്വേഷിച്ചോളൂ എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ വിരോധാഭാസമാണ്. എന്താണ് ഇരട്ടത്താപ്പ് തന്നെയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ അന്വേഷണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ താഴെയിറക്കാനുള്ള അന്വേഷണമോ ഒന്നുമല്ല. ഒരു നാടിനെ ആകെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തിലേക്കുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒരു അടിസ്ഥാനത്തിൻ്റെയും ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെയല്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പറഞ്ഞ ആൻസർ ഷീറ്റുകളിൽ 10 ചോദ്യങ്ങളോളം പരിശോധിക്കാതെ ഇരിക്കുന്നു, അത് ചെക്ക് ചെയ്യപ്പെടാതെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂസിന് മാർക്ക് കൂട്ടിക്കൊടുത്തിരിക്കുന്നു. അങ്ങനെ പല ആരോപണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇതെല്ലാം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് വെറുതെ വിടുവായിത്തരം പറഞ്ഞതല്ല. നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള OJ ജനീഷ് നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് എത്രയോ തവണ പറഞ്ഞതാണ് ഇന്ന ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു 5-6 വർഷത്തിന്റെ ഗ്യാപ്പിൽ 7-8 ക്രമക്കേടുകൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുമ്പോൾ ബാക്കി എല്ലാ പരീക്ഷകളും ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഇപ്പോൾ ഏതൊരു സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ എല്ലാവരും ഐക്യദാർഢ്യം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇനി ചോരുമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചോരാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് PSCയുടെ കാര്യത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന കാര്യം. കുറെ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്, പോട്ടെ 1-2 ക്രമക്കേടുകളാണെങ്കിൽ പോലും അർഹതയില്ലാത്തവർ അതിന് മുകളിൽ ഇരിക്കണ്ട, അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഈ പറഞ്ഞതുപോലെ ഒരു അടിസ്ഥാനരഹിതമാണ് എന്നും അല്ലെങ്കിൽ വെറുതെ ആരോപണങ്ങളാണെന്നും പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അന്വേഷണം നടക്കട്ടെ. ഈ പറഞ്ഞതുപോലെ അവർ നിരപരാധികളാണ്. ഈ കമ്മീഷനിലിരിക്കുന്ന ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ നിരപരാധിത്വവും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ LPST ടീച്ചേഴ്സ് എത്രമാത്രമാണ് അവിടെ സമരം ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. മണ്ണ് വാരിയുള്ള അത്തരം തരത്തിലേക്കുള്ളൊരു സമരമാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നു. അതുപോലെ ഇപ്പുറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആസൂത്രണ ബോർഡ് പരീക്ഷാ സമയത്തും ക്രമക്കേട് ഉണ്ടാകുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെ കണക്കിലെടുക്കാം. നീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു രീതിയിൽ അതിനെ പ്രതികരിക്കുമ്പോൾ ഈ പറയുന്ന PSCയെ നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. PSC അത്ര വലിയ കുറ്റം ചെയ്തിട്ടില്ല, PSCയിൽ ക്രമക്കേടൊന്നും വലിയ കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് അത് സാധാരണ ജനങ്ങൾ അത്തരത്തിൽ സമീപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രധാനപ്പെട്ട യുവജന സംഘടനകൾ ഉൾപ്പെടെ ഈ PSC വിഷയത്തിന് ഒരു ഫോക്കസ്, ഒരു അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആര് ഭരിച്ചിരുന്നാൽ പോലും തങ്ങളുടെ ഭരണകൂടത്തിനെതിരെ ഇത്തരത്തിലൊരു വിഷയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ പ്രതികരണം വേണം, തക്കതായ ശിക്ഷ തെറ്റ് ചെയ്തവർക്ക് നടപ്പാക്കണം എന്നുള്ള രീതിയിലേക്ക് പ്രതിപക്ഷത്തിരിക്കുന്നവരും അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന യുവജന സംഘടനകളും ഇതിൽ മുന്നോട്ട് വരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ടൊവിനോ ഈ പറയുന്ന നീറ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നിലയുണ്ടായി. അപ്പോൾ യുവമോർച്ച അന്ന് PSC വിഷയത്തിൽ നിങ്ങൾക്ക് പറയാൻ നാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ടൊവിനോയുടെ വീട്ടിന് മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് ഏറെക്കുറെ നമ്മൾ കാണുന്ന മെയിൻ സ്ട്രീമിലുള്ള നടൻ നായികമാരൊക്കെ തന്നെയും PSC വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തന്നെ തുടങ്ങിയത്. ഇത്രയും നാളും അവരൊക്കെ ഒന്ന് അടക്കി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും PSC
വിഷയത്തിലും അവർ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വേണ്ടത്ര പരിഗണന ഈ PSC വിഷയത്തിന് ഇപ്പോഴും കൊടുക്കുന്നില്ല, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് PSC പഠിച്ച് ജോലി വാങ്ങിച്ച ലൈഫ് പിന്നെ സെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ. PSC വലിയ വിശ്വാസ്യതയുള്ള ഒരു ജനമാണ് നമ്മുടേത്. PSC ഉദ്യോഗാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും കാര്യമായി തന്നെ പരിഗണിക്കാറുണ്ട്. എന്നാൽ PSCക്ക് സംഭവിക്കുന്ന കോട്ടങ്ങളൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ വിഷമം പോലും മനസ്സിലാക്കുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഈ റാങ്ക് ലിസ്റ്റിൽ പോലും ഇടം നേടുക. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വേഗം അവസാനിക്കുന്നു, എന്നാൽ കാര്യക്ഷമമായിട്ടുള്ള ഈ അവരെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ PSCക്ക് നമ്മൾ ഇപ്പോഴും ഒരു അറ്റൻഷൻ കൊടുത്തിട്ടില്ല. ഇല്ല, ഇപ്പൊ ഈ പറയുന്ന പോലെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക എന്ന് പറയുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി തന്നെ 2ഉം 3ഉം റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇതിന്റെ എപ്പോഴാണ് ഈ ലിസ്റ്റ് കാലാവധി കഴിയുക, അല്ലെങ്കിൽ ഇതിൽ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ ജോലി കിട്ടുക എന്നുള്ളൊരു അനിശ്ചിതത്വം PSC ഉള്ള കാലം മുതലുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മലയാളികൾ ഭയങ്കര പ്രൗഡാണ് നമ്മുടെ ലിറ്ററസിയുടെ കാര്യത്തില്. നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ്, നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ് എന്നുള്ളൊരു വളരെ പ്രൗഡായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ PSCയിൽ കളങ്കമില്ല എന്ന് പറയാൻ അഭിമാനമുള്ളവരാണ് നമ്മൾ മലയാളികൾ. എന്നിട്ട് നമ്മുടെ സിസ്റ്റം പോലും നമുക്കെതിരെ നിൽക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് UPയിൽ അങ്ങനെ സംഭവിക്കുന്നത് കണ്ടല്ലോ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ തലത്തിന്റെ ഒരു മികവ് തന്നെയാണ്. അതുപോലും റിഫ്ലക്ട് ചെയ്യാൻ നമ്മുടെ PSCക്ക് ഇപ്പോൾ ആകുന്നില്ല. ഇപ്പോൾ UPയിലൊക്കെ നമ്മുടെ വാർത്തകൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ UPയിലുള്ളവർ തിരിച്ചു കളിയാക്കുന്നുണ്ടാവും, നിങ്ങളുടെ സിസ്റ്റം ഇതാണോ, നമ്മൾ അറിയുന്നില്ല, പക്ഷെ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും അപഹാസ്യരായി നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടു നിർത്തുന്നത് നമ്മുടെ സിസ്റ്റമാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ മന്ത്രിമാരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മാധ്യമ പ്രവർത്തകരും ഈ സാമൂഹ്യമായി ചിന്തിക്കുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും, ഇത്രയധികം ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പോലും ഇതിനെ വെറും വാക്കുകൾ കൊണ്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. 2 വാക്കുകൊണ്ട് ഇവർ ഇൻവാലിഡേറ്റ് ചെയ്ത് കളയുന്നത് ഒരുപാട് ആൾക്കാരുടെ എഫേർട്സിനെയാണ്. ഈ പറഞ്ഞ ഒരു ചോദ്യപേപ്പറിൽ 10 ചോദ്യങ്ങൾ നോക്കിയിട്ടില്ലാതെ അവർക്ക് വേണ്ട കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുത്തവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള ബാക്കിയുള്ളവരുണ്ടല്ലോ, ബാക്കി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി മേടിച്ച ആൾക്കാരുടെ സാധ്യത കൂടി, അവരുടെ അവസരം കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഇവരെ അർഹതയില്ലാത്തവരെ കയറ്റിയിരുത്തിയത് കൊണ്ട് പിന്നിൽ പോയ റാങ്കുകാരുടെ കാര്യം ആര് സംസാരിക്കും? അങ്ങനെ കുറെ പേരെ പറ്റിച്ചൊരു രീതിയാണ് ഇത്. ശരിക്കും ഈ പറഞ്ഞ പോലെ മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ഇതെല്ലാം റദ്ദ് ചെയ്യപ്പെടണം. ഈ പഠിച്ച് ജോലി നേടിയ ആൾക്കാരെ നമുക്കറിയാം. ഇപ്പോൾ ഞാനൊരു എക്സാം എഴുതി, എനിക്ക് ജോലി കിട്ടി, ഈ റീടെസ്റ്റ് നടത്തുകയാണ്. അത്രയും മാർക്ക് ഇല്ലെങ്കിൽ പോലും അതിനടുത്ത് മാർക്ക് മേടിക്കാൻ എനിക്ക് കഴിയും. കാരണം നമ്മളിത് കംപ്ലീറ്റ്ലി മറന്നു പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ റീവാലുവേഷൻ നടത്തി, അല്ലെങ്കിൽ ഒന്നുകൂടെ റീചെക്ക് ചെയ്ത് ഇത് വീണ്ടും ഓഡിറ്റ് ചെയ്യപ്പെട്ട് തന്നെ ഇത് പുറത്തു വരിക തന്നെ വേണം. ഇപ്പോൾ PSC ഇങ്ങനെ വെറുതെ ഇരുന്ന് പറഞ്ഞത് സ്വന്തം കമ്പ്യൂട്ടറുകളെല്ലാം ഗോഡൌണിൽ പൂട്ടി വെച്ച് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും താഴെ 20,000 ബേസിക് പേ ഉള്ള ജോലികളെ പറ്റി മാത്രമല്ല, 1.5 ലക്ഷം രൂപ ബേസിക് പേ ഉള്ള ജോലികളെ പറ്റി പോലും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ, യോഗ്യതയില്ലാത്ത ആരെങ്കിലും അവിടെ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇറങ്ങേണ്ടിയിരിക്കുന്നു. അതുപോലെ ഈ കാലാവധി അവസാനിച്ചതോടുകൂടി നമുക്കൊരു 36 വയസ്സ് വരെയാണ് PSC എഴുതാൻ പറ്റുന്നത്. ഈ കാലാവധി അവസാനിച്ചതോടുകൂടി ഇനി ജോലി ചെയ്യാൻ ഈ പറഞ്ഞ PSC എഴുതാൻ സാധ്യമല്ലാത്ത ആൾക്കാരുണ്ട്, നിരവധിയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ആര് ഉത്തരം പറയും? ഇതിനെല്ലാം സർക്കാർ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഏത് പാർട്ടി ഭേദമന്യേ, ഇപ്പോൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ 10 വർഷം ഭരിച്ചത് പിണറായി സർക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി മിണ്ടാതിരിക്കാൻ പോവുകയാണെന്ന് SFIയോ DYFIയോ ASFO ഒക്കെ തീരുമാനിച്ചാൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഏതൊരു പാർട്ടിയാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും യുവാക്കൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഇതിനു വേണ്ടി സംസാരിക്കേണ്ടിയിരിക്കുന്നു.